ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God's holy name. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Greetings to you all in the name of our Lord and Savior Jesus Christ. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള വചന ചിന്തയ്ക്ക് ആധാരമായി 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. Today for our meditation, please turn with me to the 2 Kings chapter 6 verses 17. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. And Elisha prayed and said, Lord, I pray, open his eyes that he may see. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അവിടുത്തെ വചനവുമായി ആയിരിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ആഹാരം അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ നാമം മാത്രം എന്നേക്കും മഹത്വപ്പെടണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എലീശ പ്രവാചകന്റെ ബാല്യക്കാരന്റെ കണ്ണു തുറന്ന ചരിത്രത്തെ കുറിച്ചാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Today we would be thinking about Prophet Elisha and his servant and how God opened his eyes. ദൈവം കണ്ണു തുറന്നവരുടെ കൂട്ടത്തിലുള്ള 4-ാമത്തെ വ്യക്തിയിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. We have arrived at the 4th person who we were studying about who God opened the eyes of. ഏലീശയുടെ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു എന്ന സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുന്നമേ ഏലീശയെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നത് നല്ലതായിരിക്കും എന്ന് കരുതുന്നു. I believe that it would be beneficial for us to first learn a little things about Elisha before we come to his servant. പഴയ നിയമത്തിലെ ശക്തനായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു എലീശ. Elisha is known to be one of the strong prophets of the Old Testament. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം മുതൽ 13-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിലാണ് നമുക്ക് എലീശയെ കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. And we study about Elisha from the 2nd chapter of this book to the 13th chapter. എലീശ എന്ന പേരിന്റെ അർത്ഥം ദൈവം രക്ഷയാകുന്നു എന്നുള്ളതാണ്. And the meaning of the word Elisha is that God is our savior. BC 800-നും 850-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് എലീശ ശുശ്രൂഷ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നത്. And we believe that Elisha's ministry is between BC 800 and 500. ഇസ്രായേലിന്റെ രാഷ്ട്രീയ മതമണ്ഡലങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു എലീശ. Elisha was known as a minister in the synagogues of Israel. 5 രാജാക്കന്മാരുടെ കാലത്ത് പ്രവചിച്ചതായിട്ട് തിരുവചനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. And the scripture records him ministering across the reign of 5 kings. ഫലഭൂഷ്ടമായ യോർദാൻ താഴ്വരയിലെ ആബേൽ മൽഹോലയിൽ നിന്നുള്ള through the valley of Jordan, through Abel Malhola, മഹാധനികനായ സഫാത്തിന്റെ മകനായിരുന്നു എലീശ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. And we learned that Elisha was the son of a very wealthy man called Shaphat. 1 Kings chapter 19 verse 16 നമുക്ക് അതിനെ റെഫറൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. And we can see that in 1 Kings chapter 19 verses 16. ദൈവിക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഏലിയ പ്രവാചകന്റെ കൈക്ക് വെള്ളം ഒഴിച്ചവൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. And as through this ministry we can see that he has poured water on Elijah's hand. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And that we read in 2 Kings chapter 3 verses 11. വേദപുസ്തക ചരിത്രത്തിൽ എലീശയെ പോലെ പ്രവർത്തിച്ചിട്ടുള്ള മറ്റൊരു പ്രവാചകൻ ഇല്ല എന്ന് തന്നെ പറയാം. In the history of the Bible we can say that there is not one that ministered like Elisha. എന്നാൽ വളരെ ദുഃഖകരമായ ഒരു സംഭവം, ദൈവത്തിന് വേണ്ടി വളരെ ദീർഘനാൾ പ്രവർത്തിച്ച എലീശ വളരെ രോഗബാധിതനായി കിടന്നു എന്ന് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. However, one saddening thing is that one who ministered for the Lord greatly had a disease and was suffering from it. 2 Kings chapter 13 verse 14 അത് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. And we read that in 2 Kings chapter 13 verses 14. എലീശ മരിച്ചതിന് ശേഷം മോവാബുമായിട്ട് വീണ്ടും യുദ്ധം ഉണ്ടായപ്പോൾ after the death of Elisha, when Israel was at war with Moab, ചിലർ മരിച്ച ഒരുവനെ അടക്കം ചെയ്യുന്ന സമയത്ത് പടക്കൂട്ടത്തെ കണ്ട് ഭയപ്പെട്ടിട്ട് ആ മരിച്ചയാളെ എലീശ പ്രവാചകന്റെ കല്ലറയിൽ ഇട്ടതായിട്ടും അദ്ദേഹം എലീശ പ്രവാചകന്റെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജീവൻ വെച്ചതായിട്ടും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. And we see how when a person died at war, he was put in the tomb of Elisha. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നമുക്ക് കാണാമത്. 2 Kings chapter 13 verses 20 and 21. ആത്മാവിന്റെ ഇരട്ടി പങ്ക് ലഭിച്ചവനാണെന്ന് പറയുന്നുണ്ട്. He is one who has received multitude of spirit.
2 King chapter 2 verse 9. 2 Kings chapter 2 verses 9. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശുക്രിസ്തു എലീശയെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം. And in Luke chapter 4 verses 27, we read about how our Lord Jesus speaks of Elisha. വലിയ സമ്പത്തിനുടമയായിരുന്ന എലീശ ദൈവീക ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടപ്പോൾ A man of great wealth, when he was called for the Lord's ministry, തന്റെ സർവ്വസമ്പത്തും വിട്ടുകളഞ്ഞിട്ട് മരുഭൂമിയിലും ഗുഹകളിലും താമസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തവനായിരുന്നു. we see him leaving behind all his wealth and living in the caves to minister for the Lord. ഇത് ഇന്നത്തെ സമൂഹത്തിന് എലീശ വലിയ ഒരു നല്ല മാർഗമായിട്ട് നമുക്ക് പരിഗണിക്കാം. And Elisha stands as a good example for the people of today. എന്നാൽ ഇന്നത്തെ സുവിശേഷ ലോകത്തിൽ നമുക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് കാണുവാനായിട്ട് കഴിയുന്നത്. But in the world that we see today, we see an opposite reaction. അനേകർ സുവിശേഷ കച്ചവടമാക്കിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. We are bearing witness of how many people are converting this evangelization ministry into a business. എന്നാൽ എലീശ തനിക്കുള്ള സമ്പത്തൊക്കെ വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തവനാണ്. But we see Elisha was one who forsook all his wealth for the ministry. അങ്ങനെ ഗുഹകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. And what we read from 2 Kings chapter 6 is when he was residing in one of these caves. ഈ വാക്യങ്ങളെല്ലാം വായിച്ച് പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ പറഞ്ഞു പോകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. I would just like to speak of it rather than read every verse. 2 Kings chapter 6 verse 6 to 8 to 23-ലാണ് നമുക്ക് വേദഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നത്. And we read of this passage between 2 Kings chapter 6 verses 8 to 23. അവിടെ നാം വായിക്കുന്നത് അരാം രാജാവിന് ഇസ്രായേലുമായിട്ട് യുദ്ധമുണ്ടായി എന്ന് നാം കാണുന്നു. And we read about how the king of Aram had a war with Israel. എന്നാൽ എലീശ പ്രവാചകൻ ഇവിടെ പറയുന്നത് അവിടെ ഇസ്രായേലിലെ രാജാവിന് അറിവ് കൊടുത്തു, മോവാബ് രാജാവ് ഇന്ന സ്ഥലങ്ങളിലൂടെ പാളയം ഇറങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. And we see how prophet Elisha has informed the king of Israel that the Moabites are coming down through such passages. അങ്ങനെ അറിവ് കിട്ടിയതിന്റെ ഫലമായിട്ട് ഇസ്രായേൽ രാജാവ് ആ സ്ഥലങ്ങളിലൊക്കെയും തന്റെ പട്ടാളത്തെ നിയമിക്കുകയും ആ മുന്നേറ്റത്തെ പ്രതിരോധിക്കുകയും ചെയ്തു. And on basis of that knowledge, we see the king of Israel appointing his soldiers to those passages to oppose the armies. തിരുവചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒന്നല്ല പല പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. We see that it's not only one occurrence, but a couple of them has happened in the same manner. എന്നാൽ ഇതിൽ നിരാശനായ അരാം രാജാവ് ദുഃഖിതനായി തീരുകയും തന്റെ ഈ വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ താൻ അരാം രാജാവ് ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള വസ്തുത ഇസ്രായേലിനെ അറിയിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതായിട്ട് സംശയിക്കുന്നു. And the king of Aram becomes greatly distressed through these news because he is afraid that there's an informant in his camp. അപ്പോൾ അരാം രാജാവിന്റെ കൂട്ടത്തിലുള്ള ഒരു സേനാനായകൻ പറഞ്ഞു, രാജാവേ, കാര്യം അങ്ങനെയല്ല. So one of the soldiers in the army of king of Aram said that this is not the case. നീ സൈന്യഗ്രഹത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലും അവിടെ ഗ്രഹിക്കുവാൻ പറ്റുന്നതായ ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ട്. He speaks of an prophet in the camp of Israel who is able to even say of the things that the king of Aram is saying in Sanhedrin. അതുകൊണ്ടാണ് നമ്മുടെ മിഷൻ ഒക്കെയും ഫെയിലിയർ ആയി പോകുന്നത് എന്ന് പറയുകയുണ്ടായി. And that is why our mission is becoming unsuccessful. എന്നാൽ ആ പ്രവാചകൻ എവിടെ ഉണ്ടെന്നുള്ളത് അറിയിക്കുന്നതിന് വേണ്ടി രാജാവ് ആൾക്കാരെ നിയമിക്കുകയും ദോഥാനിൽ ഉണ്ടെന്ന് അറിവ് ലഭിക്കുകയും ചെയ്തു. And the king of Aram appoints people to find out where that prophet is and finds out that he is in Dothan. അങ്ങനെ ദോഥാനിലേക്ക് താൻ ഒരു സൈന്യത്തെയും അനേകം കുതിരകളും രഥങ്ങളോട് കൂടെ ഒരു വലിയ സന്നാഹത്തെ അയക്കുന്നതും ആ പട്ടണത്തെ വളയുന്നതുമാണ് നമുക്ക് അതിന്റെ പശ്ചാത്തലമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. And now we see the king of Aram sending a great army to Dothan and encamping them from all sides. 6-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് പ്രതികൂലങ്ങളിലെ ഒരു യാഥാർത്ഥ്യത്തെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. And in verse 14 and 15 we see a great opposition against Elisha. ദോഥാനിലെ ആ ഒരു പ്രഭാതം, a morning in Dothan. എലീശയുടെ ബാല്യക്കാരൻ രാവിലെ എന്നും ചെയ്യാറുള്ളത് പോലെ തന്റെ പ്രഭാത കർമ്മങ്ങൾക്കായി എഴുന്നേറ്റ് വെളിയിലേക്ക് വന്നു. We see a servant who is waking up in the morning to do his daily chores. ഞാൻ പറഞ്ഞു അവര് ഗുഹയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. And as we said, they are living in a cave. അവിടെ സുഖസൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. There is no luxuries there.
എന്നാൽ ആ സാഹചര്യത്തിൽ നിന്നും അവർക്ക് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം അവരുടെ താല്പര്യത്തോടെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. And even in that circumstance, we see that they are very blessed to do the service of the Lord. അങ്ങനെ ആ പ്രഭാതത്തിലും ബാല്യക്കാരൻ എഴുന്നേറ്റ് വെളിയിലേക്ക് വന്നു, തന്റെ പ്രാഥമിക കർമ്മങ്ങൾക്കായി വെളിയിലേക്ക് വന്നതാകാം എന്ന് നമുക്ക് അനുമാനിക്കാം. We can believe that the servant of Elisha woke up in the morning to come out of the cave to do his daily chores. എന്നാൽ ആ പ്രഭാതത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. But that morning had great importance. ആ പ്രഭാതം അവനെ ഭയപ്പെടുത്തുന്ന പ്രഭാതമായിരുന്നു. That was a morning of great fear. ബാല്യക്കാരൻ നോക്കിയപ്പോൾ ഇതാ ആ പട്ടണം മുഴുവനും അരാം രാജാവിന്റെ സൈന്യം വളരെയധികം കുതിരകളും രഥങ്ങളുമായി നിറഞ്ഞിരിക്കുന്ന ഭയാനകമായ കാഴ്ചയെ താൻ അവിടെ കാണുകയാണ്. Now the servant of Elisha is seeing that morning when he woke up and went out of the cave, a great army that is encamped around that city of Dothan with great weapons. അവൻ ഭയപ്പെട്ടു നിലവിളിച്ചതായിട്ട് നമുക്ക് കാണാം. And now we see him in great fear and screaming out for help. അവൻ വിളിക്കുകയാണ്, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യും എന്ന് അവിടെ കേടുന്നതായിട്ട് ഭയത്തിൻ്റെതായ ഒരു സൗണ്ട് നമുക്കവിടെ കേൾക്കാനായിട്ട് കഴിയും. And in the latter portion of verse 15, we see the servant said to him, "Alas, my master, what shall we do?" പ്രിയമുള്ളവരെ, ഇത് ഒരു ഭയത്തിന്റെ നിലവിളി മാത്രമായിരുന്നില്ല. This was not a cry of fear. മനുഷ്യരുടെ സ്വാഭാവികമായ പ്രതികരണമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. This can be considered a natural reaction, human reaction. എന്നാൽ നാം 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എലീശ പ്രവാചകന്റെ ആത്മീയ ദൃഷ്ടിയെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. And in verse 16, we see the spiritual sideness of Elisha. ഇങ്ങനെ ഭയപ്പെട്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന ബാല്യക്കാരനോട് എലീശ പറയുകയാണ്, ഭയപ്പെടേണ്ട. And Elisha is responding to this frightened servant, "Do not fear." ഭയപ്പെടേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരിലും അധികമാകുന്നു എന്ന് എലീശ തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു. And Elisha says to his servant, "Do not fear, for those who are with us are more than those who are with them." എലീശ പ്രവാചകന്റെ ബാല്യക്കൻ ഒരുപക്ഷെ താൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകാം. This might have shocked the servant of Elisha. തന്റെ നേത്രങ്ങൾ കണ്ട് താൻ കാണുമ്പോൾ കേവലം അരാമ്യ സൈന്യത്തെ മാത്രമേ അവന് കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. പക്ഷെ പ്രവാചകൻ പറയുന്നു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരിലും അധികമാകുന്നു എന്ന്. And this might have surprised the servant of Elisha, because through his human eyes, he is only able to see the great army of Aram. But Elisha is telling him that those who are with us are more than those who are with them. പ്രിയമുള്ളവരെ, ഇത് സാഹചര്യത്തെ നിഷേധിച്ച വാക്കല്ല. This is not something that has been said on circumstance. മറിച്ച് ഇത് ആത്മീയ യാഥാർത്ഥ്യത്തെ പ്രഖ്യാപിച്ച വാക്കാണ്. This is something that has declared the spiritual reality. ഇവിടെ സാഹചര്യം മാറിയില്ല. The circumstance has not changed. പക്ഷെ പ്രവാചകന്റെ കാഴ്ചപ്പാട് അത് സാഹചര്യത്തെ മറികടക്കുന്നതായിരുന്നു. But the prophet's vision has been overcome the situation. പ്രിയമുള്ളവരെ, നമുക്ക് പഠിക്കാവുന്ന ഒരു ആത്മീയ പാഠം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം പ്രശ്നത്തെ കുറയ്ക്കുന്നില്ല, പക്ഷെ വിശ്വാസം ദൈവത്തിന്റെ സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. A spiritual lesson that we can see is that our spiritual vision does not reduce the problem, but gives us the grace to take care of it. ഇവിടെ ശത്രുവിനെ നീക്കിയില്ല, പക്ഷെ സാഹചര്യത്തെ മാറ്റിയില്ല, കാഴ്ചയ്ക്ക് മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. We see the circumstances has not changed. The enemy is still encamped around it, but we see a different perspective. 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കാനുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. And in verse 17, we see a prayer from Elisha to open the eyes of the servant. 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. In verse 17, we read, "And Elisha prayed and said, Lord, I pray, open his eyes that he may see." ദൈവം അവന്റെ കണ്ണുകളെ തുറന്നപ്പോൾ അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. When the Lord opened his eyes, he was not able to believe it. അഗ്നിമയമായ കുതിരകളും രഥങ്ങളും ആ പട്ടണം മുഴുവനും ഏലീശയും വളഞ്ഞിരിക്കുന്നതായിട്ട് ചുറ്റിയിരിക്കുന്നതായിട്ട് അവന് കാണുവാനായിട്ട് കഴിഞ്ഞു. He was able to see a mountain was full of horses and chariots of fire all around that camp. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണണമെങ്കിൽ നാം നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കണം എന്നുള്ള ഈ സബ്ജക്റ്റിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. We are learning through this subject that if we want to see the work of our Lord, God has to open our eyes. പ്രിയമുള്ളവരെ, ഇവിടെ സാഹചര്യത്തിൽ മാറ്റം വന്നില്ല, പക്ഷേ എലീശ പ്രവാചകന്റെ ബാല്യക്കാരനും തന്റെ കാഴ്ചയിൽ മാറ്റമുണ്ടായി. We see the circumstances that affected Elisha and his servant did not change, but the vision that Elisha and his servant had changed. ഇതിൽ നിന്ന് പഠിക്കാവുന്ന ആത്മീയ പാഠം എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് പുതിയ വഴിയല്ല വേണ്ടത്, പുതിയ കാഴ്ചപ്പാടാണ് വേണ്ടത്. Through this, the spiritual lesson that we can learn is in difficult circumstances, what we not need is a way, but a vision. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചില ഭയപ്പെടുത്തുന്ന പ്രഭാതങ്ങൾ ഉണ്ടാകും.
dearly beloved, we might also encounter some mornings of fear. നാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ നമ്മെ ഭയപ്പെടുത്തുന്ന ചില ദോതാനിലെ പ്രഭാതങ്ങൾ. There might be some mornings, just like Dothan, that scares us in the morning. അത് ഒരുപക്ഷെ നമ്മുടെ കടബാധ്യതയാകാം. That could be our debts. അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, That could be the burden of the debts, നമ്മുടെ രോഗം, diseases, അതിൽ നിന്ന് ലഭിക്കുന്നതായ മെഡിക്കൽ റിപ്പോർട്ടുകൾ, medical reports of these diseases, നമ്മളെ ചുറ്റിയിരിക്കുന്ന ശത്രുവിന്റെ ഗൂഢാലോചന, the plans of the enemies, നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, worry of tomorrow, നമ്മുടെ മക്കളുടെ ഭാവി, the future of our children, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, our family troubles, ഒരുപക്ഷെ നമ്മുടെ ആത്മീയ നിരാശ, our spiritual dissatisfaction, അതുമല്ലെങ്കിൽ നമുക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ, maybe a thought that we do not have anyone. നമുക്ക് ഭാരപ്പെടുവാനായിട്ടും ഭയപ്പെടുവാനായിട്ടും ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. We know that there are many problems in our lives to burden us and to cause us to fear. എലീശ പ്രവാചകൻ ബാല്യക്കാരൻ എലീശയോട് ചോദിക്കുന്നു, ഭയപ്പെട്ടിട്ട് നാം എന്ത് ചെയ്യും? And we see a servant asking his master, through fear, what will we do? പ്രിയമുള്ളവരുടെ, നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ചോദിക്കുന്നു, എന്ത് ചെയ്യും? When we also encounter such problems, we also ask our master, what will we എന്നാൽ do? കർത്താവ് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. But our Lord says, do not fear, I am with you. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, When we come to the book of Isaiah, 41 അധ്യായം 10 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, when we read chapter 41 verses 10, അവിടെ ഇസ്രായേലിനോട് ബന്ധത്തിൽ യാക്കോബിനോട് ദൈവം പറയുന്ന ശക്തമായ ചില ധൈര്യപ്പെടുത്തൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. and we see a great reassurance given to Jacob in the form of to the children of Israel. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. Fear not, for I am with you. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. Be not dismayed, for I am your God. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. I will strengthen you. Yes, I will help you. ഇത്രയും സ്നേഹത്തോടെ നമ്മോട് ഇടപെടുവാൻ മറ്റാർക്കാണ് കഴിയുന്നത്? Who is able to deal with us with such love? ഇവിടെ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിഞ്ഞു. We read about how when the eyes of the servant was opened, he was able to see a mountain full of horses and chariots of fire. നാം സങ്കീർത്തനം 34:7 കടന്നു വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. And in Psalms chapter 34 verses 7, we read, the angel of the Lord encamps all around those who fear him and delivers them. ഇങ്ങനെ സംരക്ഷണം തരുവാൻ നോക്കണം നമ്മുടെ ദൈവത്തിനല്ലാതെ ആർക്കാണ് കഴിയുന്നത്? Who is able to give us this sense of security other than our God? നാം ആദാമിന്റെയും ഹവ്വയുടെയും കണ്ണു തുറന്ന സംഭവം പഠിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയും ലോകത്തിന്റെ ദൃഷ്ടി അവർക്ക് ലഭിക്കുകയും ചെയ്തതായിട്ട് നാം കാണുകയുണ്ടായി. When we studied about the Adam and Eve in respect to this, we saw about how they lost their spiritual vision and their eyes were open to the world. നാം ഹാഗാറിനെ കുറിച്ച് പഠിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. ദൈവം ചില ഭൗതിക നന്മകൾ തരുമ്പോൾ നാം നിഗളിച്ചു പോകാതെ ദൈവത്തെ മറക്കരുത് എന്ന് നാം പഠിക്കുകയുണ്ടായി. When we learned about it in Hagar in this context, we saw how when God blesses us with material blessings, we should not boast and we should not lose sight of him. അത് മാത്രമല്ല, ഹാഗാറിനെ കുറിച്ച് നാം പഠിച്ചപ്പോൾ രണ്ടാമത്തെ മെസ്സേജിൽ നാം പഠിച്ചപ്പോൾ ദൈവത്തിന്റെ ഉപകാരങ്ങൾ നാം മറന്നു പോകരുത് പഠിക്കുകയുണ്ടായി. And we saw in the second part of that chapter with Hagar that how we should not forget the benefits of our Lord. ബിലിയാമിനെ കുറിച്ച് കഴിഞ്ഞ മെസ്സേജിൽ നാം പഠിച്ചപ്പോൾ ബിലിയാമിനെ ദൈവം അനുഗ്രഹിക്കുകയും അവന്റെ കണ്ണു തുറക്കുകയും ചെയ്തുവെങ്കിലും അവൻ ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ പോയി. പക്ഷെ ദൈവം അവനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചു. We learned about how God opened the eyes of Balaam and instructed him not to curse the people of Israel. And although he went to curse the people of Israel, he was only able to bless. ബിലയാമിന്റെ കണ്ണു തുറന്നുവെങ്കിലും അവൻ തെറ്റായ ഉപദേശം ബാലാക്കിന് കൊടുക്കുകയും ഇസ്രായേൽ ജനത്തെ പാപത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. We saw, although Balaam's eyes were opened, he gave incorrect information to Balak and went forward. എന്നാൽ നാം ഇതിലേക്ക് ഈ ബാല്യക്കാരന്റെ കണ്ണു സംഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്, പാഠമാണ് പഠിക്കുവാനായിട്ടുള്ളത്. But however, when we learn about how the eyes of the servant was opened, this is a different lesson that we have to learn. ഒരു ദൈവബന്ധത്തോടൊപ്പമുള്ള എപ്പോഴും ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചാണ് ഈ വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. This portion teaches us of the protection that a child of God has. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ കണ്ട് നാം ഭയപ്പെടുമ്പോൾ
ദൈവം നമുക്ക് സംരക്ഷണം തരുന്നുണ്ടെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകുവാനായിട്ട് പാടില്ല. When we are in fear, seeing the opposition that is in front of us, we should not forget the protection that we have through our God. നമുക്ക് വിശുദ്ധ തിരുവചനത്തിൽ ചില വ്യക്തികളെ അത് ഉദാഹരണമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. And we are able to see some examples in the word of God for it. ഒന്നാമതായി നമുക്ക് മോശയെ എടുക്കാം. Firstly, let us look at Moses. നാം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, When we see the book of Exodus chapter 14, അതിന്റെ 10-12 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് മനോഹരമായ ചില കാഴ്ചകൾ കാണുവാനായിട്ട് കഴിയും. verses 10 and 12. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതെ, ആ ഫറവോന്റെ മുമ്പിൽ നിന്നും ദൈവം അവരെ മോശ മുഖാന്തരം വിടുവിക്കുകയും അവർ അവിടുന്ന് യാത്ര ചെയ്യാൻ ചെയ്ത ചരിത്രമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. We see how the children of Israel has left Egypt and the Pharaoh. എന്നാൽ യാത്രയാകുന്ന അവരുടെ മുന്നിലേക്ക് പ്രതികൂലങ്ങളുടെ ഒരു നിര തന്നെ കടന്നു വരികയാണ്. And the children of Israel who have left Egypt are facing great opposition on their travels. അവർ മുമ്പോട്ട് നോക്കുമ്പോൾ ചെങ്കടൽ കാണുവാനായിട്ട് കഴിയുന്നു. When they look forward, they are only able to see the sea. അവർ പുറകോട്ട് നോക്കുമ്പോൾ ഫറവോനും സൈന്യവും അതിവേഗം പാഞ്ഞു വരികയാണ്. And when they look behind, they are only seeing the Egyptians marching towards them. ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത, And the children of Israel that are standing in the midst of both. അവർ ഭയപ്പെട്ടു. They feared greatly. അവർ മോശയോട് നിലവിളിച്ചു. They cried out to Moses. ഞങ്ങൾ എന്തിനാണ് നീ മിസ്രയീമിന്റെ അടിമത്തിൽ നിന്നും ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണോ നീ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? They cried out to Moses, why did you bring us out of the land of Egypt? Did you bring us here to die? ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനോ പുറമോട്ട് പോകാനോ കഴിയില്ല. രണ്ടുകൊണ്ടാലും ഞങ്ങളിവിടെ മരിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. We are not able to move forward or backward, and we are about to die in this place. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവം മോശയോട് പറഞ്ഞു, നീ യോർദാനെ അടിക്കുക, അത് രണ്ടായി വിഭാഗിച്ച് ഈ ജനത്തെ ഞാൻ അതിലൂടെ അക്കരെ കടത്തും എന്ന് ദൈവത്തിന്റെ അരുളപ്പാട് മോശയ്ക്ക് ലഭിച്ചു. But we see God telling Moses that you beat the Red Sea and it will be splitting in two and you will pass through it. അങ്ങനെ ഇസ്രായേൽ ജനത മുഴുവനും അതേ ചെങ്കടൽ കടന്ന് ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ പ്രവേശിക്കുവാനായിട്ട് കാരണമായി തീർന്നു. And we see a children of Israel that passes through the sea on dry land. എന്നാൽ പുറകെ വന്ന ഫറവോനും സൈന്യത്തെയും ദൈവം ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. But we see a Pharaoh and the Egyptians who followed them were drowned in that sea. അവർ ആ ചെങ്കടൽ കണ്ട് ഭയപ്പെട്ടപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു സംരക്ഷണം ഒരുക്കിയതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. We see that when they saw the sea and feared greatly, we see a God who arranged the protection for them. മറ്റൊരു വ്യക്തി ദാവീദിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Next, we could see the life of David. 1 Samuel 17 അധ്യായത്തിലേക്കാണ് കടന്നു വരുമ്പോൾ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും നമുക്ക് ചരിത്രം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. In 1 Samuel chapter 17, we see the story of David and Goliath. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Since we know the history of David and Goliath, I would not like to dwell on it. ഇസ്രായേലിനെ എപ്പോഴും ശപിക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തെ ദൂഷിക്കുകയും ചെയ്തതായ ആ മലനായ ഗോലിയാത്തിന്റെ ഒരു ചരിത്രം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. We see a great warrior in Goliath who is always cursing the people of Israel. എന്നാൽ ഇസ്രായേൽ ജനം അത് കേട്ടിട്ട് ഭയപ്പെട്ടതായ ഒരു അവസ്ഥ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. And we see how the children of Israel feared greatly when they saw the opposition of Goliath. ഇസ്രായേലിനെ ഈ ഒരു ഭയത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ആരും തന്നെ ഇല്ലാത്ത സമയത്ത് ദൈവം ദാവീദിനെ ഇടപെട്ട് ഉപയോഗിക്കുകയാണ്. We see that when there is no one to oppose Goliath from the camp of Israel, we see God arranging David. പ്രിയമുള്ളവരെ, പ്രശ്നത്തിന്റെ വലിപ്പമല്ല, ദൈവത്തിന്റെ മഹത്വമാണ് വലുത് എന്ന് ഈ വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. We are able to understand that it is not the greatness of the trouble that is before us, it is through the way that God has arranged for us. മൂന്നാമതായി നമുക്ക് യോശുവയെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. Let us look at the life of Joshua. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലൊക്കെയും യോശുവയെ കുറിച്ച് പറയുന്നത് മോശയുടെ മരണശേഷം തനിക്കുണ്ടായ ഭീമമായ ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്. We see in the book of Joshua chapter 1 verses 6 to 9 how a great burden fell upon Joshua after the death of Moses. തന്റെ മുൻപിലുണ്ടായിരിക്കുന്ന ആ ഉത്തരവാദിത്തത്തെ ഓർത്ത് ഒരുപക്ഷെ യോശുവ ഭയപ്പെട്ടിട്ടുണ്ടാകാം, അവൻ അത് പതറിയിട്ടുണ്ടാകാം. We can see maybe that Joshua has feared greatly of the burden that fell upon him. എന്നാൽ യോശുവയുടെ കൂടെ ദൈവം ഇരുന്നു, അവനെ ധൈര്യപ്പെടുത്തി. But we see God was with Joshua and encouraged him. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം നമ്മുടെ ഭയത്തെ നീക്കുന്നതാണ്. We see God's presence has removed our fear. നാലാമതായി ഗിദെയോനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And fourthly, we see Bileam. ന്യായാധിപന്മാരുടെ പുസ്തകം 6-7 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഗിദെയോനെ കുറിച്ച് നാം അവിടെ കാണുന്നുണ്ട്. We see the life of Gideon.
മിദ്യാന്യരുടെ ഭീഷണിയെ നമുക്ക് അവിടെ കാണാം. We see the threat of the Midianites. ഗിദെയോൻ താൻ തന്നെ കുറഞ്ഞവനാണെന്ന് എനിക്ക് തോന്നി. We see Gideon having an inferiority. എന്നാൽ ഒരു ചെറിയ എന്ന് വെച്ചാൽ 7 പേരുള്ള ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ദൈവം ഒരു വലിയ വിജയത്തെ അവിടെ കൊടുത്തതായിട്ട് കാണുവാനായിട്ട്. And we see a great victory was granted through a small people of 7. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം ബലഹീനരെ ഉപയോഗിച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവനാണ്. And we see through this that God is one who reveals his glory through weaknesses. നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 വ്യക്തികളെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഭയപ്പെട്ട 2 വ്യക്തികൾ. And when we come to the New Testament, we see 2 people who were in fear. മത്തായി സുവിശേഷം 14:30 കടന്നു വരുമ്പോൾ നമുക്ക് പത്രോസിനെ കാണുവാനായിട്ട് കഴിയും. And in Matthew chapter 14, we see Peter. അവൻ കാറ്റും തിരയും കണ്ടപ്പോൾ ഭയപ്പെട്ടു നിലവിളിച്ചു. We see that he became fearful when he saw the wind and the sea. കർത്താവിനോടൊപ്പം കടലിന്റെ മീതെ നടക്കുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. He desired to walk with the Lord on the sea. എന്നാൽ പ്രതികൂലങ്ങൾ കണ്ടപ്പോൾ ഭയപ്പെട്ടു. But he feared greatly when he saw the winds. കർത്താവ് അവന്റെ കൈക്ക് പിടിച്ചിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. We see the Lord getting hold of his arm and saying, "Do not fear." നമുക്ക് വീണ്ടും പൗലോസിനെ കുറിച്ച് കാണാം. We can also see from the life of Paul. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെതായ ഭാഗങ്ങൾ നാം കാണുന്നുണ്ട്. We see in Acts chapter Apostles chapter 27. അവിടെ ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്ന പൗലോസിനെയും കൂട്ടാളികളെയുമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. We see an apostle Paul who is involved in a shipwreck. അതിലുണ്ടായിരുന്ന സകല ആൾക്കാരും തങ്ങളുടേതായ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. Everyone who was involved in that shipwreck started calling out to their gods. അവർ ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദിവസങ്ങളോളം ഇങ്ങനെ കഴിയുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. They were shipwrecked without food or water for many days. എന്നാൽ അവിടെ പൗലോസ് പറയുകയാണ്, അവരെ ധൈര്യപ്പെടുത്തി, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു, നിങ്ങൾ ആരും നിങ്ങളുടെ പ്രാണനെ വിട്ടുകളയേണ്ടി വരത്തില്ല എന്ന് ദൈവത്തിന്റെ ദൂതൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയുണ്ടായി. We see an apostle Paul who encourages them through the vision that the angel had given him that none of them will lose their life. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് ചോദിക്കുന്നു, നാം എന്താണ് കാണുന്നത്? Then dearly beloved, what the Lord is asking us today is, what do we see? നാം ഭയപ്പെട്ടിരിക്കുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് കാണുന്നത്? പ്രശ്നമോ അതോ എന്റെ സാന്നിധ്യമോ? What the Lord asking us is, when we are greatly fearful, when we are seeing an opposition, what do we see? Do we see the problem or do we see God's presence? പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. Dearly beloved, let's not forget that we are having the protection of our God. ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 843 ഒരു പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. P.P. മാത്യു എഴുതിയ അനുഗ്രഹമായ ഒരു പാട്ട് നമ്മൾ ഇവിടെ കാണുവാനായിട്ട്. Song written by God's servant P.P. Matthew in the songbook 843. അതിന്റെ ഒരു ചരണം നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Let us praise God by singing a stanza. ഞാനവനുള്ളം കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഹിതമാണെന്നു ഞാനറിയുന്നു. സംഹിതമാണെന്നു ഞാനറിയുന്നു. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുകയാണ്. Dearly beloved, we are in the hands of our Lord. നാം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു ദോഷവും ഭവിക്കുകയില്ല എന്ന് പാട്ടുകാരൻ നമ്മെ ഓർപ്പിക്കുന്നു. As the songwriter reminds us, when we are in the hands of our Lord, ഇന്ന് we നമ്മുടെ don't have any ജീവിതത്തിൽ fear. ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. We can see that we are reminded that it's God's will, everything that happens in our life. നാം 91-ാം സങ്കീർത്തനം
സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 16 വാക്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. We read 16 verses in Psalms chapter 91. ഈ 16 വാക്യങ്ങളിലും ഓരോ വാക്കും ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് തരുന്നതിനെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. And the psalmist speaks to us about God's protection in each one of those verses. അവൻ നമ്മെ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. He is one who has saved us from the hunter. നാശകരമായ കുഴിയിൽ നിന്നും നമ്മെ കരകയറ്റുന്നവനാണ്. He is one who has lifted us from the terrible pit. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുന്നവൻ മാത്രമല്ല, തന്റെ ചിറകിന്റെ കീഴിൽ നാം ശരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. We read in verse 4 how he covers us with his feathers and under his wings we will take refuge. 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്ന് നമ്മുടെ വായിക്കുന്നു. We read about how we shall not be afraid of the terror of the night, the arrow that flies, and the pestilence that walks in the darkness, nor the destruction that lays waste at noonday. നിന്റെ വലതുവശത്ത് 1000 പേരും നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. We see in verse 7, 1,000 may fall at your side and 10,000 at your right hand, but it shall not come near you. 10-ാം വാക്യം വളരെ നമുക്ക് ധൈര്യം തരുന്ന ഒന്നാണ്. Verse 10 gives us great confidence. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുത്ത് വരികയില്ല. And we read, no evil shall befall you, nor shall any plague come near your dwelling. 11-ാം വാക്യത്തിൽ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. We read in verse 11, for he shall give his angels charge over you to keep you in all your ways. പ്രിയമുള്ളവരെ, നാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Dearly beloved, how blessed are we? ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? When God is with us, why do we fear? ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ആരെയാണ് ഭയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? When there are opposition and problems in our life, who do we fear? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണുള്ളത്? If God is for us, who can be against us? നാം 121-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സുരക്ഷത്തെ കുറിച്ച് വീണ്ടും കാണുവാനായിട്ട് കഴിയും. In Psalm chapter 121, we see about God's salvation. അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മുടെ കാൽ വഴുതുവാൻ നാം സമ്മതിക്കുകയില്ല, നമ്മെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി നമ്മുടെ പരിപാലകനായി നമ്മുടെ വശത്ത് നമുക്ക് തണലായി, പകൽ സൂര്യനായി രാത്രി ചന്ദ്രനായി, ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്ന നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന അരുമനാഥനായ കർത്താവാണ് നമുക്ക് വേണ്ടിയുള്ളത്. ഹല്ലേലൂയ. And verses 3, 4 and 5 we read, he will not allow your foot to be moved. He who keeps you will not slumber. He who keeps Israel shall neither slumber nor sleep. The Lord is your keeper. The Lord is your shade at your right hand. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മുടെ സംരക്ഷകനാണ്. If that is the case, if God is with us, we do not have to fear anything. God is our protector. പ്രിയമുള്ളവരെ, പലപ്പോഴും പല സാഹചര്യത്തിൽ നമുക്ക് ഭയത്തിൻ്റെതായ അവസ്ഥയിലൂടെ കടന്നു പോകും. Dearly beloved, we might go through circumstances that causes us to fear. ഞാൻ ഓർക്കുന്നു, ഞാൻ 1993 ആദ്യമായി ഞാൻ ബോംബെയിലേക്ക് കടന്നു പോകുന്നത്. I remember that in 1993 is the first time I went to Bombay. ഞാൻ താമസിച്ച റൂമിൽ ഞങ്ങൾ 10 പേരാണ് താമസിച്ചിരുന്നത്. There was 10 of us in that room. നിങ്ങൾക്ക് അത് ഊഹിക്കാൻ പറ്റുമോ? Can you understand that? ഒരു റൂമിൽ, ചെറിയ റൂമിൽ 10 പേര് ഒരുമിച്ച് താമസിക്കുന്നു. In a small room, 10 people living together. പുതിയ ജോലി സ്ഥലം, പുതിയ സാഹചര്യങ്ങൾ എല്ലാം പുതുതായിട്ട് തോന്നുന്നു. A new place, a new job, everything is new. മനസ്സിന് പതർച്ചയുണ്ടായി. There was great distress in the mind. എന്നാൽ എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു വാക്യം ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. But there was a verse that gave me great courage. That is, do not fear, I am with you. അതെനിക്ക് തന്ന ആത്മീയ ധൈര്യം, എന്റെ ഭൗതികമായ ധൈര്യം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അതെന്റെ വാക്കുകളെ കൊണ്ട് എനിക്ക് വർണ്ണിക്കുവാനായിട്ട് കഴിയുകയില്ല. I am not able to express the courage that I received through reading that verse daily. അത്രമാത്രം ശക്തിയുള്ള ഒരു വചനമായിട്ട് എനിക്ക് അത് ഇപ്പോഴും ഞാൻ അത് ഓർക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. I am still able to feel it because it's such is the strength of that verse. ഞങ്ങൾ 2008 ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരുമ്പോൾ ഞാനും സുഷയും മോനും അല്ലാതെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു മനുഷ്യൻ പോലും ഈ ഓസ്ട്രേലിയയിൽ ഇല്ലായിരുന്നു. When I moved to Australia in 2008, there was no one other than me, my wife and my son. പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് അയർലൻഡിലേക്ക് പോയാലോ എന്ന്. I thought many times, should I move back to Ireland? കാരണം ഞങ്ങൾ സിറ്റിയിൽ താമസിക്കുമ്പോൾ അക്കോമഡേഷന്റെ ബുദ്ധിമുട്ട് എല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മാറി നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരങ്ങളെ കടന്നു വരുമ്പോൾ നാം അവർക്ക് താങ്ങും തണലുമായി ദൈവം നമ്മയുടെ ആക്കിയിരിക്കുന്നത് കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. As I was living in the city, there was great trouble due to commute and everything, but I can see that God has placed me today to encourage and be the strength for the other believers who have moved here. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ഭയപ്പെട്ട മധ്യത്തിലും ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ സംരക്ഷകനാണ്. And amidst all our circumstances of fear, our God is telling us He is with us. Do not fear.
എനിക്ക് അനുഭവമുള്ള, ഞാൻ കേട്ടിട്ടുള്ള ഒരു നടന്ന സംഭവം പറയാനായിട്ട് ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നു. I would just like to speak of a situation that I have heard of, that I know of. ചാത്തന്നൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇൻഡിപെൻഡന്റ് ബാപ്റ്റിസ്റ്റ് മിനിസ്ട്രീസ് ഇതിനെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. You might have heard of the independent Baptist ministries that operate out of Chatanur. കർത്താവിൽ ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ഡോക്ടർ കെ.സി. തോമസ് ആരംഭിച്ച ആ പ്രവർത്തനമാണ് അതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. That is a ministry that was started by Evangelist K.T. Thomas, who's residing in heaven now. പ്രിയദാസന് ഒരു ഉറ്റതായ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാജസ്ഥാനിലുള്ള എം.എ. തോമസിനാണ് അദ്ദേഹവും മരിച്ചുപോയി നിത്യതയിലായിരിക്കുന്നു. He had a dear friend in Evangelist M.A. Thomas, who was working in Rajasthan, who is also residing in heaven. 1960-65 കാലഘട്ടങ്ങളിൽ അവർ ഒരുമിച്ച് ഇമ്മാനുവൽ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. They were dear friends who studied together in Emmanuel Bible College in 1965. സുവിശേഷ ബന്ധത്തിൽ കെ.സി. തോമസ് സാർ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരേക്ക് വിടുകയും എം.എ. തോമസ് സാർ രാജസ്ഥാനിൽ കോട്ടയിൽ ആയിരിക്കുകയും ചെയ്തു. And through the ministry, they were separated, and with K.T. Thomas uncle coming to Chatanur and M.A. Thomas uncle going to Rajasthan. എം.എ. തോമസ് സാറിന് സംഭവിച്ചതായ ഒരു സംഭവത്തെ, ഒരു സുരക്ഷയെ കുറിച്ച് ഡോക്ടർ കെ.സി. തോമസ് സാർ മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. And I've heard of a story of M.A. Thomas uncle through K.T. Thomas uncle. അവിടെ കോട്ടയിലായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം സുവിശേഷ വിരോധികളായ അനേക ആൾക്കാർ ആ 1960 കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. And as you might know, in 1960 there was great opposition to the gospel. ഒരു ധനികനായ മനുഷ്യൻ ആ എം.എ. തോമസ് സാറിനും കുടുംബത്തിനും അഭയം നൽകുകയും അവരുടേതായ ഒരു കാർ ഷെഡിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. A very wealthy man had given a board to M.A. Thomas uncle and gave them residence at their garage. അങ്ങനെ അവരവിടെ താമസിച്ച് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And they were ministering, residing in that garage. ആ സുവിശേഷകന് സഹായകനായി ഒരു ഗ്രാമത്തിലുള്ള ഒരാളെ കൂടെ അവർക്ക് കൊടുക്കുകയുണ്ടായി. And as a help, they gave a local boy for his aid. എന്നാൽ സുവിശേഷ വിരോധികളായ ആൾക്കാർ ഈ എം.എ. തോമസ് സാറിന്റെ കുടുംബത്തെയും അതെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി, അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും നടത്തുകയുണ്ടായി. We see the opposition has persecuted M.A. Thomas uncle and his family through many times. ഒരു ദിവസം അവർ ആ സെർവന്റിനെ വിളിക്കുകയും കുറച്ച് പൈസയെ കൊടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആ ദേവദാസൻ താമസിക്കുന്ന സ്ഥലം അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്തു. We know that the opposition called that servant and gave him some money and threatened him to reveal the residence of this M.A. Thomas uncle. അങ്ങനെ അവർ ആ ഭവനത്തിലേക്ക് ആ സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. And we see how the opposition has arrived at that residence. എന്നാൽ മണിക്കൂറുകളോളം അവർക്ക് ആ ഭവനത്തോട് അടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. And I have heard that they were not able to come close to that residence for hours. അങ്ങനെ അവർ എല്ലാവരും പിരിഞ്ഞു പോകുവാനായിട്ട് ഇടയായി. And they went back. എന്നാൽ പിറ്റേ ദിവസം ഈ സെർവന്റ് എം.എ. തോമസിന്റെ അടുത്ത് ചോദിച്ചു, ഇന്നലെ രാത്രി ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? And this servant has asked M.A. Thomas uncle, was there anyone at home yesterday? അപ്പോൾ എം.എ. തോമസ് സാർ പറഞ്ഞു, ഇല്ല, ഇവിടെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല, ഞാനും എന്റെ ഭാര്യയും മകനുമേ ഉണ്ടായിരുന്നുള്ളൂ. And I was able to hear that M.A. Thomas uncle said no one was there except us. എന്താ കാര്യം എന്ന് ചോദിച്ചു. Why did you ask? എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കാരണം കുറെ ആൾക്കാർ എന്നെ ഭീഷണിപ്പെടുത്തി സാർ താമസിക്കുന്ന ഈ സ്ഥലം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ വരികയും ഞങ്ങൾക്ക് ഈ ഭവനത്തോട് അടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. And the servant replied that I had some trouble and I ran into some opposition who threatened me to reveal this residence, and we tried to find it. ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സാറിന്റെ വീടിന്റെ ചുറ്റും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. When we came to this place, we saw many people encamping around this place. ഞങ്ങൾക്ക് അതുകൊണ്ട് അടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ചില മണിക്കൂറുകൾ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. And because of that, we could not come close, so we spent some hours and then we went back. ഇതാണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. Dearly beloved, this is the protection of God. ദൈവത്തിന്റെ പ്രവർത്തനം ദൈവം തുടങ്ങുവാൻ ആരംഭിച്ചുവെങ്കിൽ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യുവാൻ തൊക്കണം ദൈവത്തിന് കഴിയും. If it was the will of God for that ministry to start over there, God will protect it. നാം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്ന സഭയിലേക്ക് ഇത് ദൈവത്തിന്റെ ഹിതമാണ് എന്നെങ്കിൽ ഈ സഭ ഇവിടെ സ്ഥാപിച്ചതെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യിക്കുന്നത് ദൈവം തന്നെ ആയിരിക്കും. If we have started this assembly over here, and if it is God's will, God will protect it. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നാം ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെയുള്ളവനാണ്, നമ്മെ സംരക്ഷിക്കുന്നവനാണെന്നുള്ള വസ്തുത നാം ഓർക്കണം. And through this we can be assured that through every unfavorable circumstances our God will be with us and he will protect us. ഞാനിവിടെ എന്റെ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നതിന് മുന്നമേ ഞാൻ ആദ്യ ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നാം വീണ്ടും കടന്നു വരുമ്പോൾ, before I conclude, let us come back to 2 Kings chapter 6. അങ്ങനെ ആ അരാമ്യ സൈന്യം എലീശ പ്രവാചകനോട് അടുക്കുകയും
the army of Aram has come close to Elisha, എലീശ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവർക്ക് അന്ധത പിടിപ്പിക്കണമേ. and Elisha prayed that strike these people with blindness. ദൈവം അവരെ അന്ധത പിടിപ്പിച്ചു. God blinded them. എലീശ പ്രവാചകനോട് ചോദിച്ചു, നിങ്ങൾ അന്വേഷിക്കുന്ന പുരുഷൻ ഇവിടെയില്ല, ഞാൻ അവരെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശമര്യയിലേക്ക് കൊണ്ടുപോയി. And we see how Elisha has led them to Samaria, saying that the man you seek is not here. ശമര്യയിൽ എത്തിയപ്പോൾ എലീശ പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവമേ ഇവർ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണുകളെ തുറക്കണമേ. And when they reach Samaria, we see Elisha praying that Lord open the eyes of these men. ദൈവം അവരുടെ കണ്ണുകളെ തുറന്നപ്പോൾ തങ്ങൾ ശമര്യരുടെ മധ്യ ആയിരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി. And when the Lord opened their eyes, they were able to understand that they are inside Samaria. ഇസ്രായേലിന്റെ രാജാവ് എലീശയോട് ചോദിച്ചു, യജമാനെ ഞാൻ അവരെ വെട്ടിക്കളയട്ടെ അല്ലെങ്കിൽ ഞാൻ അവരെ കൊന്നുകളയട്ടെ എന്ന് എലീശയോട് ചോദിക്കുമ്പോൾ, And when the king of Israel asks Elisha, my father, shall I kill them? Shall I kill them? എലീശ പറയുകയാണ്, അല്ല അങ്ങനെ ചെയ്യരുത്, ഇവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് നീ അവരെ സന്തോഷത്തോടെ മടക്കി അയക്കണം. But Elisha responds, you shall not kill them. Please give them food and water, and that they may eat and drink and go to their master. പ്രിയമുള്ളവരെ, ഇതിൽ നമുക്ക് പഠിക്കാവുന്ന ആത്മീയ പാഠം എന്ന് പറയുന്നത് നാം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം എന്നുള്ളതാണ്. The spiritual lesson that we can learn from this is that we must love our enemies. നമ്മെ ഇല്ലാതാക്കുന്നവരുടെ മധ്യത്തിൽ നാം അവർക്ക് വേണ്ടി അല്ലെങ്കിൽ നാം അവരെ പകയ്ക്കാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളൊക്കെ അവരെ സ്നേഹിക്കുവാൻ തക്കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. Those who oppose us, instead of despising them, let us love them and show God's care. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. The God who called us is faithful. ഭയപ്പാടിന്റെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അവൻ നമ്മെ കയറ്റി പിടിച്ച് നമ്മെ നടത്തുന്നവനാണ്. He is a God who leads us by his hand in the circumstances of fear. ഇത്ര വലിയ ദൈവത്തെ രുചിച്ചറിയുവാൻ, അവന്റെ മക്കളായി തീരുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. Let us thank God for giving us this opportunity as his children to taste this and experience this. എല്ലാ പുതിയ സ്തോത്രങ്ങളും കർത്താവിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജയജീവിതം കർത്താവിന് വേണ്ടി മുമ്പോട്ട് പോകാൻ നോക്കണം. കർത്താവ് നമ്മെ ഈ ആലോചന മുഖാന്തരം സഹായിക്കുമാറാകട്ടെ. May God enable us to live victorious Christian lives, praising him through this. ആമേൻ. Praise God.